Hi friends, Rishadesinte മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് സ്പെഷ്യൽ പച്ചമാങ്ങ ജ്യൂസ് ആണ്. ഇപ്പോൾ നല്ല ചൂടുള്ള വേനൽക്കാലമാണ്. അപ്പോൾ നമ്മൾ ജ്യൂസ് ഒക്കെ കുടിക്കുന്നത് വളരെ നല്ലതാണ്. അപ്പോൾ നമ്മൾ ഡെയിലി കുടിക്കുന്നതിൽ നമ്മളിപ്പം നാരങ്ങ വെള്ളം അങ്ങനെയൊക്കെ നമ്മൾ ഡെയിലി യൂസ് ചെയ്യില്ല. അപ്പോൾ അതിൽ നിന്ന് മാറിയിട്ട് ഒരു സ്പെഷ്യൽ പച്ചമാങ്ങ ജ്യൂസ് ആണ്. അതിനു മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് റീഷഡിയസിൻ്റെ വീഡിയോ കാണണമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിരിക്കുക, ആ ബെൽ ഐക്കണും കൂടി ഒന്ന് പ്രസ് ചെയ്തിരിക്കുക. അപ്പോൾ കീപ് വാച്ചിങ്, ഹോപ്പ് യു ലൈക്ക് ഇറ്റ്. പച്ചമാങ്ങ ജ്യൂസ് ഉണ്ടാക്കാൻ വളരെ ഈസിയാണ്. ഞാനിപ്പോൾ ഇതുപോലത്തെ ഈ ഒരു മീഡിയം സൈസുള്ള മാങ്ങയാണ് എടുത്തിട്ടുള്ളത്. ഈ ഒരു മാങ്ങ കൊണ്ട് നമുക്ക് 2 ഗ്ലാസ് ജ്യൂസ് ഉണ്ടാക്കാം. നമ്മൾ ഫസ്റ്റ് ചെയ്യേണ്ടത് മാങ്ങയുടെ തൊലി ചെത്തി കളയുക എന്നതാണ്. നമ്മൾ മാങ്ങ എടുക്കുമ്പോൾ അത്യാവശ്യം വിളഞ്ഞ മാങ്ങ എടുക്കുക. ചെറിയൊരു നമ്മൾ മുറിക്കുമ്പോൾ കണ്ടോ ഇതുപോലെ ചെറിയൊരു ലൈറ്റ് മഞ്ഞ കളറുള്ള മാങ്ങ എടുത്തു കഴിഞ്ഞാൽ പുളിപ്പ് അധികം ഉണ്ടാവില്ല. നമ്മൾ നല്ല വിളയാത്ത മാങ്ങയാവുമ്പോൾ പുളിപ്പ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഈ ഒരു ലൈറ്റ് മഞ്ഞ കളറിൽ നല്ല വിളഞ്ഞ മാങ്ങ എടുക്കുക. അതിനുശേഷം നമ്മൾ ഇത് തൊലി മൊത്തം ചെത്തി ഈ മാങ്ങ നമുക്കൊന്ന് അരിഞ്ഞെടുക്കാം. മാങ്ങയുടെ തൊലിയൊക്കെ ചെത്തിക്കളഞ്ഞ് ഇതുപോലെ നല്ല ചെറുതായിട്ട് നമ്മൾ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ മിക്സിയുടെ ജാറിലോട്ട് ഇതിട്ട് കൊടുക്കാം. അതിനുശേഷം ബാക്കി ഇൻഗ്രീഡിയൻസും ആഡ് ചെയ്യാം. നെക്സ്റ്റ് ഇതിലോട്ട് പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കാം. 3 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അത്യാവശ്യം നല്ല മധുരം വരും 3 ടേബിൾ സ്പൂൺ ആഡ് ചെയ്താൽ. അപ്പോൾ നമുക്ക് പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മൾ ഇതിലോട്ട് ആഡ് ചെയ്യേണ്ടത് ഉപ്പാണ്. ഇതിൻ്റെ പുളിപ്പൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് 1/4 ടീസ്പൂൺ ഉപ്പാണ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ പഞ്ചസാരയും ഉപ്പും നമ്മൾ ആഡ് ചെയ്തു. ഇനി നമ്മൾ ഇതിലോട്ട് ആഡ് ചെയ്യേണ്ടത് പുതിന ഇലയാണ്. ഒരു കുഞ്ഞ് 2-3 ഇല പുതിന ഇല ആഡ് ചെയ്യുക. അത് ഓപ്ഷണലാണ്, പക്ഷേ പുതിന ഇല ഇട്ട് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇനി നമുക്കിതിലോട്ട് വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഞാൻ ഏകദേശം ഒരു 1.5 ഗ്ലാസ്സോളം വെള്ളം ഒഴിക്കുന്നുണ്ട്. നമ്മൾ 2 ഗ്ലാസ് ജ്യൂസാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഒരു ഏകദേശം 1.5 ഗ്ലാസ് നല്ല തണുത്ത വെള്ളമാണ് ഞാൻ ആഡ് ചെയ്യുന്നത്. നമ്മൾ ആ മാങ്ങയുടെ പീസൊക്കെ നന്നായിട്ട് മുങ്ങി നിൽക്കുന്ന വിധത്തിലുള്ള വെള്ളമാണ് ഞാൻ ആഡ് ചെയ്തത്. ഇനി നമുക്കിതിലോട്ട് ഐസ് ക്യൂബ്സും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഞാൻ ഇതുപോലെ 4 ഐസ് ക്യൂബ്സാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഐസ് ക്യൂബ്സും വെള്ളവും എല്ലാം കൂടെ ആകുമ്പോൾ നമുക്ക് 2 ഗ്ലാസ് ജ്യൂസ് കിട്ടും. ഇനി നമുക്ക് ഇതൊന്ന് മിക്സിയിൽ അരച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ പച്ചമാങ്ങ ജ്യൂസ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് അരിച്ചെടുക്കണം. ഇതിൽ ചെറുതായിട്ട് നാരും ചെറിയ ഇതായിട്ട് കട്ടിക്ക് കാണും. അപ്പോൾ നമ്മൾ ഇത് വേണമെങ്കിൽ ഇതുപോലെ കുടിക്കാം. അതിനെക്കാട്ടും ഒന്നും കൂടെ നല്ലത് നമ്മൾ അരിച്ചെടുത്തിട്ട് കുടിക്കുന്നതാണ്. അപ്പോൾ നമുക്കിതൊന്ന് അരിച്ചെടുക്കാം. അപ്പോൾ ഇതുപോലെ ഒരു അരിപ്പ എടുത്തിട്ട് നമുക്ക് നമ്മുടെ ജ്യൂസ് ഒന്ന് അരിച്ചെടുക്കാം. അരിച്ചെടുത്തതിന് ശേഷം നമുക്ക് നമ്മുടെ ജ്യൂസ് സെർവ് ചെയ്യാം. അപ്പോൾ നമ്മുടെ അടിപൊളി ടേസ്റ്റി പച്ചമാങ്ങ ജ്യൂസ് റെഡി ആയിട്ടുണ്ട്. നമ്മൾ മിൻറ്റും കൂടെ ഒക്കെ ഇട്ടപ്പോൾ പുതിനയില ഇട്ടപ്പോൾ അതിനൊന്നുകൂടെ ടേസ്റ്റ് ആയിട്ടുണ്ട്. നമുക്കിത് വേണമെങ്കിൽ പച്ചമുളകും ഇട്ടിട്ട് ഉണ്ടാക്കിയെടുക്കാം. എന്നാലും അതിലും കുറച്ചും കൂടെ ടേസ്റ്റ് നമ്മൾ മിൻറ്റ് ഇട്ടിട്ട് ഉണ്ടാക്കുന്നതാണ്. അപ്പോൾ നമ്മുടെ ഈ വേനൽക്കാലത്ത് വെറൈറ്റി ആയിട്ടുള്ള ജ്യൂസ് നിങ്ങൾ തയ്യാറാക്കി നോക്കുക. എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും, അത് ഉറപ്പാണ്. പിന്നെ പഞ്ചസാരയൊക്കെ കൂടുതൽ ഉപയോഗിക്കാണ്ട് കുറച്ച് ഉപയോഗിക്കുക. നമ്മളെപ്പോഴും ജ്യൂസൊക്കെ കുടിക്കുകയാണെങ്കിൽ മാക്സിമം പഞ്ചസാരയുടെ അളവ് കുറച്ച് ഉപയോഗിക്കുക. അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ ഫീഡ്ബാക്ക് കമൻറ്റ് ബോക്സിൽ പറയുക. വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. വീണ്ടും മറ്റൊരു നല്ല വീഡിയോയുമായി കാണുന്നവരെ ടേക്ക് കെയർ, ബൈ.